ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു വീഡിയോ കാണിച്ചാൻ വേണ്ടിയിട്ടാണ്. വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു വണ്ടിയാണ് കാണിച്ചു തരാൻ പോണത്. വണ്ടി എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു വണ്ടിയല്ല, വണ്ടിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. മറ്റേ നമ്മൾ CID മൂസിയിൽ പറഞ്ഞാൽ ഈ വണ്ടി എൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ, ജെയിംസ് ബോണ്ടിന് പോലും ഇല്ലായിരുന്നില്ലേ, അതേപോലെ വണ്ടിയാണ് ഞങ്ങൾക്ക് ഇതിന് കാണിച്ചു തരാൻ പോണത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, പിന്നെ ടൊയോട്ട ഇന്ത്യയിൽ വന്നത് കോളിസ് ഇന്ത്യയിൽ വന്നത് 2000 മുതൽ 2004 കാലഘട്ടം വരെയാണ്. അപ്പോൾ അതിൻ്റെ മുമ്പ് കിജാങ് എന്ന് പറഞ്ഞിട്ട് വിദേശ രാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന വണ്ടിയാണ് ടൊയോട്ട ഇന്ത്യയിലേക്ക് അങ്ങനെ കൊണ്ടുവന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഒരു വണ്ടി ഞങ്ങൾ കാണിച്ചു തരാൻ പോണത് കമ്പനി പെയിൻ്റാണ്, അന്നുള്ള പെയിൻ്റാണ് ഇന്നുള്ളത്. അപ്പോൾ നിങ്ങൾ വണ്ടി ഫുള്ള് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങളെല്ലാവരും അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. വരി റോഫിലാക്കാ, ഇവിടെ വരൂ. ഇത് നമ്മളെ വണ്ടി. ഇപ്പോൾ നമ്മളെ ആവേശ സിനിമയിലൊക്കെ തരം കൈ കിടക്കുന്ന ഒരു വണ്ടിയാണ് നമ്മളെ കോളിസ് അല്ലേ. ഇതേതാ മോഡല് വണ്ടി? 2004 RS. അതിന് മുമ്പ് ഈ വണ്ടി എടുക്കാൻ പോയ ഒരു കഥ ഉണ്ട്. ഈ വണ്ടി ഞങ്ങളാണ് എടുക്കാൻ പോയത്, ഞങ്ങൾ രണ്ടാളാണ് ഈ വണ്ടി എടുക്കാൻ പോയത്. അതായത് നമ്മളെ കൊറോണൻ്റെ സമയത്ത്, പിന്നെ 2020 അല്ലേ എടുത്ത വണ്ടിയാണ്. അതായത് ഈ വണ്ടി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ സെയിൽ ചെയ്യുന്നുണ്ട് നമ്മൾ അറിഞ്ഞ്. അപ്പോൾ ഒരുപാട് ആളുകൾ ഇതിന് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഞങ്ങൾ എന്ത് ചെയ്തു, അതായത് തിരൂർ നല്ലടുത്ത് തിരൂർ രാത്രി ഒരു 3 മണിക്ക് ഇവിടുന്ന് ഇറങ്ങി. അതായത് വെളുപ്പംകാലം 3 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കറക്റ്റ് ഒരു 6 മണിയായപ്പം അയാൾ വീട് വാതിൽ തുറന്ന് ഇറങ്ങണനെ കണ്ടത് ഞങ്ങളെയാണ്. അതായത് ഈ വണ്ടിക്ക് വേറെ ആളുകളോട് വെയിറ്റ് ചെയ്തിരിക്കണം, കാരണം നമുക്കിത് കണ്ടപ്പോൾ അത്രയും ഇഷ്ടപ്പെട്ടു, ഫോട്ടോസ് കണ്ടപ്പോൾ. അപ്പോൾ എങ്ങനെ ഈ വണ്ടി ഇനിയിപ്പോൾ എത്ര പൈസ പറഞ്ഞാലും വാങ്ങണമെന്നില്ല മൈൻഡ് തന്നെയാണ് അന്ന് പോയി വണ്ടി എടുത്തത്. അന്ന് പുറത്തിറങ്ങാനുള്ള പെർമിഷൻ ഒന്നും ഇല്ല കേട്ടോ, അങ്ങനത്തെ സമയത്താണ്. കാരണം കൊറോണ പീക്ക് ടൈമിൽ ഇരിക്കുന്ന സമയമാണ്. പക്ഷേ ഈ വണ്ടി കിട്ടണം എന്നുള്ളൊരു ഒരൊറ്റ ഇതിൽ വെച്ചിട്ടാണ് അന്ന് അങ്ങനെ പോയത്. നമ്മളങ്ങനെ രാവിലെ 6 മണിക്ക് തിരൂരെത്തി. അയാൾ ഒന്ന് റോട്ട് മുക്ക് കൊണ്ടുവന്നില്ലേ വണ്ടി, നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. കുറച്ച് പോയിട്ടുള്ളൂ, അപ്പോൾ തന്നെ നമ്മൾ വണ്ടി എന്ത് ചെയ്തു, അതായത് എന്താന്നാലും ഇത് എടുക്കണം എന്നുള്ളൊരു കൺസെപ്റ്റിൽ എന്ത് ചെയ്ത് നമ്മൾ അപ്പം തന്നെ അയാൾക്ക് അഡ്വാൻസും കൊടുത്തുകൊണ്ട് വണ്ടി എടുത്തുകൊണ്ട് പോന്നു. അങ്ങനെ വണ്ടി എടുത്തു എന്നല്ല, ഇതാ ഈ വണ്ടിൻ്റെ പെയിന്റ് ഒക്കെ നോക്കാം. കമ്പനി പെയിന്റ് അല്ലേ? കമ്പനി പെയിന്റ് 2000. ഇതേതാ മോഡല്? 21 വർഷമായി. 2004 മോഡൽ വണ്ടിയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ, കോളിസ്. ഇതപ്പോൾ നമ്മളെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആവേശ സിനിമയിലൊക്കെ നമ്മളെ റങ്കണ്ണൻ അല്ലേ, എടാ മോനെ, നമ്മളെ റങ്കണ്ണൻ ഹിറ്റാക്കിയ വണ്ടിയാണ്. അപ്പോൾ ഈ മലയാള സിനിമയിൽ ഈ വണ്ടി ഉണ്ടെങ്കിൽ 100 കോടി ക്ലബ്ബ് കയറും. 3 സിനിമയിൽ അങ്ങനെയായി വണ്ടി ഉണ്ടെങ്കിൽ 100 കോടി ക്ലബ്ബ് കയറുന്ന രീതിയായി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വണ്ടിന്റെ സെറ്റപ്പുകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ. ഈ വണ്ടി നമ്മൾ എടുക്കുമ്പോൾ ബാസിൽ മോൻ അറിയാം, ഇതൊരു കമ്പനി ലുക്കില് ഫസ്റ്റ് വേറെ ഒന്നുമില്ല, പക്ക കമ്പനി ലുക്കിലായിരുന്നു. പിന്നെ ഇതിനോടുള്ള ഇഷ്ടം, ഇത് സീറോ സർവീസ് കോസ്റ്റ് വരുന്ന വണ്ടി. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചെലവില്ല വണ്ടി കൊണ്ടുവരാൻ. ഈ വണ്ടി ശരിക്കും ടൊയോട്ട നിർത്തിയതന്നെ എന്താ വെച്ചാൽ ഇതിന് കംപ്ലൈന്റ് വരാതെ നിർത്തിയൊരു വണ്ടി അല്ലേ, അങ്ങനെ ഞാൻ മനസ്സിലാക്കണത്. അതായത് ഇതിന്റെ സ്പെയർ വിറ്റ് പോകണില്ല. അങ്ങനെ ടൊയോട്ടക്കാർക്ക് ഷോറൂമുക്ക് വണ്ടി സർവീസിന് വരണ്ടേ, എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് ആയിട്ട്, അങ്ങനെ വരാതെ ഒരു നിർത്തിയൊരു വണ്ടിയാണ് ഈ കോളേജ്. അതെ, ഒരു പ്രശ്നമല്ല. അപ്പോൾ മെയിൻ്റെനൻസ് ഇല്ലാത്തൊരു വണ്ടിയാണിത്. ഇന്നും ഏതൊരു MLA യൂസ് ചെയ്യണ്ടല്ലോ ഈ കോളേജ്, ഞാൻ ഇപ്പം അടുത്ത് കണ്ട്. ഗണേഷ് കുമാർ MLA കയ്യിലുണ്ട്. വണ്ടി ഉണ്ട് അല്ലേ, ഒരു ലീഗിന്റെ ഒരു MLA. കല്ല് ഞാൻ ഇപ്പം അടുത്ത് മറ്റേ ഇവിടുന്ന് വേണ്ടോ കീഴ്ശ്ശേരിയില്ലേ കൊണ്ടോട്ടി, അവിടുന്ന് MLA ബോർഡ് വെച്ചൊരു കോളേജ്, പച്ച കോളേജ് ഉണ്ട്. അപ്പൊ അത്രയും, അതായത് യാത്രാസുഖം എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് ഇന്നോവ വരെ വരുള്ളൂ അല്ലേ. അതായത് പണ്ടത്തെ ഇന്നോവയാണ്, ഇപ്പൊ ഇന്നോവന്റെ മേലെയാണ് ഇപ്പോഴും. അങ്ങനെയല്ല, തീർച്ചയായിട്ടും പഴയ നമ്മളത് ഒരുപാട് വണ്ടി ഉണ്ടെങ്കിലും ഈ വണ്ടിയുടെ ഒരു യാത്ര കംഫർട്ട് അത് വേറെ കിട്ടും. ഇനി ഇതിന്റെ സെറ്റപ്പ് അളവ് കാണിച്ചാൽ വണ്ടി എന്ന് പറഞ്ഞോ. നമ്മൾ കുറച്ച് ആദ്യമായിട്ട് ചെയ്തിട്ടുള്ളത് നമ്മളെ ഈ ഒരു എക്സ്റ്റേണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ. പ്രധാനമായിട്ട് ഇതിന്റെ ഒരു ഭംഗിയുള്ളത് അലൈവിലാണ്. ഒരു വിന്റേജ് ലുക്കിലുള്ള അലൈവില്, സ്പോക്ക് അലൈവിലല്ല, വിന്റേജ് ലുക്കിലുള്ള അലൈവിൽ. നമ്മൾ കൊല്ലത്തുള്ള നമ്മളെ നിസാം കാർണ ഒരു ഫ്രണ്ട് എത്തിച്ചെന്നാണ്. ഈ കമ്പനി ഇതിൽ വരുന്ന 14 ഇഞ്ച് അലൈവിലാണ്. ഇവര് തൃശ്ശൂരും കൊല്ലത്തൊക്കെ കുറെ ടീം കോളേജ് ഗ്രൂപ്പിനുണ്ട് അല്ലേ, അതിലൊക്കെ ഹിറ്റ് വണ്ടിയായിട്ട് നമ്പർ 1 നിൽക്കുന്ന വണ്ടിയാണ്. അപ്പോൾ ഇത് 14 ഇഞ്ചാണ് കമ്പനി വരിക. നമ്മളത് PCD കൺവേർട്ടർ ഇട്ട് 16 ഇഞ്ചിലേക്ക് ടയറും യോക്കോമന്റെ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു സ്കേർട്ടിങ്, ലിപ്പ്, ഈ ലിപ്പ്, അതിലുള്ള കുറച്ച് ലൈറ്റ് വർക്ക്. ഇത് പിന്നെ കമ്പനി വരുന്ന ബമ്പറാണ്. കുറച്ച് ലൈറ്റ് വർക്കുകളാണ് ചെയ്തത്. ഇത് നമ്മുടെ ലാൻഡ് ക്രൂസറിന് വരുന്നത് നമ്മള് ഗൾഫിൽ നിന്ന് ഒരു ഫ്രണ്ട്, നമ്മളെ മണി എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട് എത്തിച്ചെന്ന്. പിന്നെ നമുക്ക് വരുന്നത് പ്രധാനമായിട്ട് വണ്ടിന്റെ ചില്ലൊക്കെ എന്തോ തിളങ്ങണ ഒരു നീല കളറൊക്കെ ഉണ്ടല്ലോ, ആന്റി ക്ലെയർ ഒട്ടിച്ചാണ്. പിന്നെ
നമ്മുടെ പ്രധാനമായിട്ട് ഈ വണ്ടിന്റെ ഒരു പ്രത്യേകത ഇപ്പൊ വരുന്ന പുതിയ വണ്ടികൾക്കുള്ള സൺറൂഫ് ഈ വണ്ടിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊന്നും ഇട്ടാണ് ഫസ്റ്റ് ഓട്ടോമാറ്റിക് സൺറൂഫാണ്. സൺറൂഫ് ഞാൻ ഇതിൽ വരാം. ഇനി പുറത്ത് വേറെ എന്തെങ്കിലും കാണിക്കാണ്ടോ? എന്നാ പിന്നെ അത് കഴിഞ്ഞിട്ട് ഉള്ളിൽ കയറാം. നമുക്ക് പ്രധാനമായിട്ട് ഈ ലിപ്പുകളും കാര്യങ്ങളും പിന്നെ ഈ ഒരു റൂഫ് റെയിലും ആണ് നമ്മൾ പുറത്ത് പ്രധാനമായിട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ലൈറ്റ് വർക്ക് ആണ്, അത് രാത്രിയാണ് കൂടുതലും. നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിക്കാമല്ലോ ഇതില്. ഓക്കെ, നമുക്ക് സൺറൂഫ് കാണാം. വണ്ടി പിന്നെ പുറകില് ഒന്ന് വരൂ, റിന്റെ മോൾ ഇവിടെ വരൂ. നമ്മൾ പുറകിലൊരു ഡബിൾ സൈലൻസർ ആക്കിയിട്ടുണ്ട്. ഒന്ന് ഡമ്മിയാണ്, എന്നാലും ഡബിൾ സൈലൻസർ ആക്കിയിട്ടുണ്ട്. ഒരു സ്കേർട്ടിങ്, ഒരു ഡിഫ്യൂസർ, ഒരു ലിപ്പ് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇന്നോവന്റെ ഒരു പാർക്ക് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ കമ്പനി സ്പോയിലറൊക്കെ അന്ന് കമ്പനിയിൽ വരുന്നത് ഫുൾ ഓപ്ഷൻ ആണ്. കമ്പനി സ്പോയിലറാണ്. കമ്പനി സ്പോയിലറാണ്. വൈപ്പറൊക്കെ കമ്പനി അന്ന് ഫുൾ ഓപ്ഷനിൽ വരുന്നതാണത്. ഞാൻ പാലിക്കണല്ല 2004 മോഡൽ വണ്ടിന്റെ പെയിന്റ്. അതെ, എവിടെ റീപെയിന്റ് ഇല്ല. നമ്മള് ഈ ഒരു പിന്നെ ഈ ബമ്പർ ഭാഗങ്ങളൊക്കെ ടച്ച് ചെയ്തെന്നല്ലാതെ ഈ പച്ച കളറിലേക്ക് നമ്മൾ തൊട്ടിട്ടില്ല. ഓക്കെ, എന്നാ റിന്റെ മോൾ ഇവിടെ വരൂ. നമുക്കിതിൽ പ്രധാനമായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഇന്റീരിയറിലാണ്. ഇന്റീരിയർ കാണിച്ചു കൊടുക്ക്. ഓക്കെ, ഒന്ന് വേണമെങ്കിൽ കണ്ടോളൂ. ഇതാ അവിടെ ഇവിടെ ഒക്കെ ഫ്രണ്ടൊക്കെ കാണിച്ചു കൊടുത്താ. ഒന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യും റോഫിലൊക്കെ. ഫുള്ള് മറ്റേ പുലിന്റെ തോല കെട്ടിക്കണുള്ളൂ കൂടെ. ഒറിജിനൽ പുലിയാണ്. എന്താ പറഞ്ഞ ഇതൊരു പുലി ആയതുകൊണ്ട് പുലിത്തോല്. ഇന്റീരിയറിൽ നമ്മൾ പ്രധാനമായിട്ട് സൺറൂഫ് മാറ്റി സൺറൂഫ് വെച്ചു. പിന്നെ ഇത് ഫുള്ള് ലൈറ്റുകളാണ്. സൺറൂഫ് ഒന്ന് വർക്ക് ചെയ്യിപ്പിക്കോ? ഓ, തീർച്ചയായിട്ടും. ഇത് നമുക്ക് ഇങ്ങനെ ഹാഫ് ആയിട്ട് ഇതാക്കും ചെയ്യാം. പിന്നെ കംപ്ലീറ്റ് നമുക്ക് സൺറൂഫ് ഓപ്പൺ ആക്കാം. സൺറൂഫ് ഓപ്പൺ ചെയ്യാൻ പറ്റും. സെറ്റ് അല്ലേ? നമുക്ക് ഇതിൽ കൂടുതലായിട്ട് നമ്മൾ ലൈറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. ലൈറ്റ് വർക്കിൽ നമുക്ക് ഇത് രാത്രി കംപ്ലീറ്റ് ലൈറ്റ് ഉണ്ട്. അതൊരു മിനി ടെമ്പോ ട്രാവലർ. അതിൽ നമുക്ക് ഇതൊക്കെ വരുന്നുണ്ട്. നമ്മൾ ലേസർ വരെ അതിൽ നമുക്ക് വരുന്നുണ്ട്. പിന്നെ നമ്മള് ഫുൾ ആൻഡ്രോയിഡ് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. 3 LCD 360 ഡിഗ്രി ക്യാമറ ചെയ്തിട്ടില്ല. ഫ്രണ്ട് ഉണ്ട്, ബാക്ക് ഉണ്ട്. നമുക്ക് റണ്ണിങ്ങില് ഫ്രണ്ടും കാണാം. വണ്ടിന്റെ ഫ്രണ്ട് റണ്ണിങ്ങിൽ നമുക്ക് കാണാം, ബാക്കിൽ കാണാം. 3 LCD കണക്റ്റഡ് ആണ്. പിന്നെ നമുക്ക് വല്ല ആക്സിഡന്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റീകളക്ട് ചെയ്യാൻ പറ്റും, അത് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ഡോർ പാഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ പ്രധാനമായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് സൗണ്ട് സിസ്റ്റം ആണ്. പ്ലേ ചെയ്യാൻ പറ്റും. കോപ്പിറൈറ്റ് ഒരു സ്ലോഡ് റീവർബ് ഇതിൽ എത്രത്തോളം കിട്ടുന്ന അറിയില്ല. നമുക്ക് ഈ ഡിക്കിന്റെ ഇത് തുറന്നൂടെ? ഓപ്പൺ ആയിക്കോട്ടെ. സൗണ്ട് സിസ്റ്റം ഏതാ ചെയ്തിരിക്കണത്? സോണിയാണ് ചെയ്തിട്ടുള്ളത്. സോണിയുടെ സിസ്റ്റം ആൻഡ്രോയിഡ് മാത്രം ഇത് മാറ്റിയിട്ടുള്ളൂ. പിന്നെ നമ്മൾ 6 സ്പീക്കറുകൾ, കോമ്പൗണ്ട് സ്പീക്കറുകൾ ചെയ്തിട്ടുണ്ട്. 2 സബ് വൂഫറും ചെയ്തിട്ടുണ്ട്. 4 ചാനൽ ആമ്പും ചെയ്തിട്ടുണ്ട്. ഏകദേശം നല്ലൊരു സംഖ്യയുടെ സൗണ്ട് സിസ്റ്റം തന്നെ ഉണ്ട്. സെറ്റ് ഒക്കെ സെറ്റ് ചെയ്താണ് സോണി, ഫുള്ള് സോണി. സൗണ്ട് ഫുൾ നമ്മൾ സോണി കൊടുത്തു. ഇതിന്റെ ബാക്കിൽ ബോക്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ലോക്കറക്കട്ടെ. എന്താണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? ആധുനിക വണ്ടികളിൽ പോലും ഇല്ലാത്ത സെറ്റപ്പുകൾ. അതാണ് ബോക്സ് അല്ലേ? കൊറേ ബോക്സ് ഒന്നും ഇല്ല അല്ലേ? ഇത് നമ്മുടെ 4 ചാനൽ ലാമ്പ് ഇൻബിൽറ്റ് ചെയ്തത് അവിടെ കയറ്റി. ഇത് ഇവിടെ ഒരു സബ്, പിന്നെ 2 കോമ്പൗണ്ട് സ്പീക്കർ, 2 കോമ്പൗണ്ട് സ്പീക്കർ, പിന്നെ ഫ്രണ്ടില് ലേസർ, മിനി ടെമ്പോ ട്രാവലർ. രാത്രി ഫുള്ള് ലൈറ്റിംഗ് ചെയ്തിട്ടുള്ള. ഓക്കേ, ഇങ്ങോട്ട് വരൂ. നമുക്ക് ആ സൗണ്ട് സിസ്റ്റത്തിന്റെ ഒരു ഇതും കൂടി ചെക്ക് ചെയ്യാം അല്ലേ? ഒരു പാട്ടടി. സൗണ്ട് അത്രയും പെർഫെക്റ്റ് ആണെന്ന് പറഞ്ഞേ. ക്രിസ്റ്റൽ ക്ലാരിറ്റിയാണ് സൗണ്ട്. എന്താണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഒന്ന് പ്ലേ ചെയ്യൂ. ഈ വണ്ടി നമ്മൾ കൊടുക്കോ? ഇല്ല, ഇത് നമ്മളെ ഒരു കുട്ടിയെ പോലെ നമ്മൾ കൊണ്ടുനടക്കണാണ്. വീട്ടിലൊരു അംഗമാണ്. അതെ, വീട്ടില് ഇത് കൊടുത്താൽ നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്താക്കും. നിങ്ങളെ വിറ്റാലും വണ്ടി കൊടുക്കൂല. ബാക്കിൽ നല, ഇവിടെ നല. അടിപൊളി. നിങ്ങളുടെ ഈ കോപ്പിറൈറ്റിന്റെ പ്രശ്നം വരുന്നുണ്ടോ? അല്ലെങ്കിൽ നല്ല അടിപൊളി. നമുക്ക് നമ്മളെ ഇല്ലുമിനാറ്റിന്റെ ഇടയിൽ കോപ്പിറൈറ്റ് വരുന്നുണ്ട്.
80,000 80,000 രൂപയുടെ സൗണ്ട് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. ഫുള്ള് അല്ലേ? ഫുള്ള് ചെയ്തിട്ടുണ്ട്. ഓക്കെ. വണ്ടി വാങ്ങിച്ചതിലേറെ പൈസ നമ്മളതിലേക്ക് ചെലവാക്കിയാണ്. അതിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. മമ്മൂട്ടിയെ പോലെ വയസ്സാവും തോറും കൂടി വരികയാണ്. ഷോർക്ക് കൂടി വരും. ഏട്ടാ വണ്ടിനെ കുറിച്ച് നിങ്ങളെ റിവ്യൂ എന്താണ്? വണ്ടി ഇന്നലെ കണ്ടിട്ടൊക്കെ എന്താ നിങ്ങളൊരു അഭിപ്രായത്തിൽ? അതായത് ഈ വണ്ടി ഇന്നലെ ഉണ്ടായിട്ടാണ് നമ്മൾ കൂടുതൽ എൻജോയ് ചെയ്തത്. അതായത് നമ്മൾ കൊണ്ടുവന്ന പാർട്ടി ബോക്സ് പറ്റിയില്ല. വണ്ടീൻ്റെ ഈ സൗണ്ടും ബോക്സൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, എൻജോയ് ചെയ്തത്. അടിപൊളിയായി. അപ്പോൾ എല്ലാവരും ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് ഇവിടെ നമ്മളെ കക്കടമ്പുള്ള റിസോർട്ടിലാണ്. നമ്മളെ വിവേകേട്ടൻ്റെ ഒരു റിസോർട്ടിലാണുള്ളത്. അപ്പോൾ ഇവിടെ വന്ന അല്ലേ ഗസ്റ്റുകളൊക്കെയാണ്. ഏട്ടാ ഓക്കെ അല്ലേ? വണ്ടി പക്ക അഭിപ്രായം? 2004 പോളിസ് ഉണ്ട്. ഓ കണ്ടോ, അതാണ് കോളീസിന്റെ മാർക്കറ്റ്. വാങ്ങിയതിനേക്കാളും 4 വർഷം ഉപയോഗിച്ചിട്ടും കൂടുതൽ വിലക്കാണ് പറ്റിയത്. മോഹവിലയാണ്. എല്ലാ സിനിമയിലും എല്ലാത്തിലും. അപ്പൊ സൂപ്പർ വണ്ടി അല്ലേ എല്ലാവരും. ഇപ്പൊ ഞാൻ ഇപ്പൊ എനിക്ക് പാകെ 26 വയസ്സ് 27 വയസ്സുള്ളൂ. സീനിയേഴ്സ് അടക്കം അതായത് ഈ വണ്ടിനെ കുറിച്ച് ഒരു നെഗറ്റീവ് അറിയുന്ന ഒരാൾ ഞാൻ ഇതുവരെ കേട്ടില്ല. കാരണം അത്രയും പെർഫെക്റ്റ് ആണ്. ഇന്നും കിട്ടിയാലും മോഹവില കൊടുത്ത് വാങ്ങാൻ ആളുകൾ ഉണ്ട്. പറയുന്നതാണ് ഇതിന്റെ അവസ്ഥ. എന്താ പറയുക, ബെൻസും BMW ഒക്കെ വീട്ടിലുണ്ടെങ്കിലും ഞങ്ങളുടെ ഗ്രൂപ്പിലും ഇത് മാത്രം കൊണ്ടുനടക്കണവർ ഒരുപാട് ഉണ്ട്. നമ്മളാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഫാഷന്റെ പുറത്ത്. അതെ. അപ്പോൾ വണ്ടി എന്ന് പറഞ്ഞാൽ അത്രയും പെർഫെക്റ്റ്. അതായത് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്തതന്നെ എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള വിന്റേജ് വണ്ടികൾ അല്ലേ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അതായത് നല്ലൊരു ഇതുണ്ട്. വാസിൽമോനാണ് എന്റെ കൂടെ അന്ന് വണ്ടി എടുക്കാൻ ഫസ്റ്റ് പോരുന്നത്. അതെ അതെ, ഇത് അതിൽ എനിക്കൊരു പങ്കുണ്ട്. നമ്മളാണിത് ചൂസ് ചെയ്തത്. അപ്പോൾ അങ്ങനെ വണ്ടി ഈ ലൈറ്റിംഗ് ഒന്ന് കാണിക്കാൻ കഴിയോ? പകലായോണ്ട് കാണും അറിയില്ലല്ലേ? ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് വർക്ക് ചെയ്യിപ്പിച്ചാൽ നമുക്കൊന്ന് കാണാം. പകലായോണ്ട് അതിന്റെ ഒരു എഫക്റ്റ് കിട്ടൂല അല്ലേ? ഓക്കെ രാത്രി നമുക്കൊരു ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഗൈസ് ഇതിലൊക്കെ LED ലൈറ്റുകളാണ് ഈ റൂഫിലൊക്കെ വരുന്നത്. ഈ ചെറിയ ഡോട്ട് അത് ഫുള്ള് കത്തൂല്ലേ? ഫുള്ള് കത്തും. ഓക്കെ. അത് പകലായോണ്ട് കാണാത്തത്. ഈ കാണുന്ന ഫുള്ള് ലൈറ്റുകളാണ്. ഈ ചെറിയ ചെറിയ ഡോട്ട് കംപ്ലീറ്റ് ലൈറ്റുകളാണ്. ഒരു കാര്യം ചെയ്യാം, ഞാൻ പിന്നെ ഇതിന്റെ ഒരു വീഡിയോ ഇന്ന് രാത്രി കൂടെ എടുത്തിട്ട് ഇതിൽ മിക്സ് ചെയ്തിട്ട് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കും. ഓക്കെ. അപ്പോൾ വണ്ടി എല്ലാവരും ഇഷ്ടപ്പെട്ടല്ലൊക്കെ നമ്മളെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അത് നമ്മൾ വീട്ടിൽ നമ്മളെ തറവാട്ടിലെ വണ്ടി ആയതുകൊണ്ടാണ് നമ്മൾ കാണിച്ചു തന്നത്. അത് അത്രയും അതായത് ഇപ്പോൾ റോഫിലാക്ക് ഈ വണ്ടി കൊണ്ടിറക്കണം എങ്ങനെ എനിക്കറിയാം. അതായത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഭയങ്കരമായിട്ട് സ്വന്തം കാര്യം നോക്കില്ലെങ്കിൽ വണ്ടി നോക്കും അങ്ങനെ കൊണ്ടിറക്കുന്ന വണ്ടിയാണിത്. അപ്പോൾ അതൊന്ന് കാണിച്ചു തരണം. അത് ഇത്രയും ഇത് ചെയ്തൊരു വണ്ടി എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരുന്നതിലൊരു പുറത്താണ് ഇത് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പം ഇതിൻ്റെ രാത്രിയുള്ള ഒരു വ്യൂ ഞാൻ എന്ത് ചെയ്തുതരാം, ഒരു ചെറിയ ക്ലിപ്പ് എടുത്തിട്ട് ഞാൻ അതും കൂടി കാണിച്ചു തന്ന് ഇതിൽ ആഡ് ചെയ്തിട്ട് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ആക്കും. ഓക്കെ. അപ്പോൾ ബൈ. അപ്പോൾ ആ വണ്ടിൻ്റെ 1-2 കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു കാണിക്കാൻ മിസ്സായി, മറന്നുപോയി. അപ്പോൾ അത് നമ്മളിപ്പോൾ കാണിക്കുകയാണ്. അതൊന്ന് കാണിച്ചാണി എന്താ നമ്മൾ ചെയ്തിരിക്കണത്? എന്താണ് പ്രധാനമായിട്ട് ഈ വണ്ടികൾ പഴയ വണ്ടികൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ട്, നമ്മൾ ബോണറ്റ് തുറന്നതിന് ശേഷം ഒരു സ്റ്റിക്ക് കമ്പിമേ നിർത്തണം. ഇപ്പോഴും മാരുതിയുടെ ഒക്കെ പല വണ്ടികൾക്ക് ഇപ്പോഴും അങ്ങനെയാണ്. നമ്മൾ അതിന് ചെറിയ നമ്മുടേതായിട്ടുള്ള ഒരു ബുദ്ധിയിൽ ഉദിച്ച ചെറിയൊരു എയർ സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒന്ന് കാണിച്ചു തരുമോ? എന്തൊക്കെയാണ് നിങ്ങൾ ഈ വണ്ടിയിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്? എന്തെല്ലാമാണ് ഇത് കാണുന്നത്? വണ്ടിയില്ല, കാരണം അത് നമ്മളെടുത്തിരിക്കല്ലേ. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ അത് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് ലോക്ക് തുറന്ന് വിട്ടാൽ മതി. ഹൈഡ്രോളിക് ഈ 2 ഹൈഡ്രോളിക് നമ്മൾ ഡിക്കിയിൽ ഉപയോഗിക്കണം. ഡിക്കില് ചെയ്ത് മറ്റേ കമ്പിയും വാട്ടിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. എന്തൊക്കെ സെറ്റപ്പാണിത്. ഇതൊക്കെ എന്താണ് ആകെ ഹോണുകള്? അതൊന്ന് കാണിച്ചു തന്നെ. മറ്റേ ആ സ്പീക്കറല്ലേ? ഇല്ല ഇല്ല ഇല്ല, MVD നേരെ വീട്ടിൽ വരുമെന്നില്ലാണ് സംശയം. ഒരു സ്പീക്കർ ഉണ്ട്. സംസാരിക്കാൻ പറ്റുമോ? ഒന്ന് സംസാരിച്ചാണ്. ഓക്കെ, ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. ഈ മൈക്കൊന്നും പിടിച്ചിക്കോ. ബട്ടൺ ഞെക്കിയിട്ട് വേണം പറയാൻ. അതിൽ സൈഡിലൊരു ബട്ടൺ ഇല്ലേ, ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഈ ബട്ടൺ മുഴുവൻ ഞെക്കണ്ട. യെസ് കേൾക്കുന്നുണ്ട്. ഓക്കെ.
2 നമ്പർ കൊടുക്കണം ഗൂഗിൾ പേയുടെ. അപ്പൊ നമുക്ക് വണ്ടിന്റെ മുന്നിൽ ആരെങ്കിലും നിന്ന് അലമ്പാക്കണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ സ്പീക്കർ എടുത്തിട്ട് മാറിക്കാൻ പറയാം. ഡയറക്റ്റ് നമുക്ക് കാര്യം തുറന്നു വരാം. ഗ്ലാസ് കത്തണ്ട, എ സിന്റെ തണുപ്പ് പോലും ഒന്നും ചെയ്യില്ല. എയർ ഹോൺ ആണുള്ളത്. ഏതിന്റെ സ്റ്റേബിൾ. ആ ഓക്കെ, എയർ ഹോൺ. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി വേറെ എന്തെങ്കിലും നമ്മൾ പറയാൻ വിട്ടു വെക്കണോ? ഇപ്പൊ ഏകദേശം എല്ലാം കാണിച്ചു അല്ലേ? ഓക്കെ. ഇനി ഇതിന്റെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നൈറ്റ് കാണണമെങ്കിൽ നൈറ്റ് ആവണം. നൈറ്റ് വർക്ക് ആണെങ്കിൽ നൈറ്റ് ആവണം. ഓക്കെ. അപ്പോൾ ഒന്ന് നൈറ്റ് ആയിട്ട് ഞാൻ ആ ഒരു വിഷയം കൂടെ എന്ത് ചെയ്യും ഇതിൽ കാണിച്ചു തരും കേട്ടോ. അപ്പോൾ വണ്ടി ഭ്രാന്തന്മാർക്ക് എല്ലാവർക്കും ഇത് അയച്ചു കൊടുക്കുക. ഇതിന്റെ ലിങ്ക് എന്ത് ചെയ്യുക, എല്ലാവരും ഷെയർ ചെയ്യാം. സ്നേഹിക്കുന്ന ഈ ഉപ്പമാർക്ക് അയച്ചു കൊടുത്താൽ എന്തായാലും നല്ല ഇഷ്ടപ്പെടും കേട്ടോ. കാരണം ഈ വിന്റേജ് വണ്ടികൾ അല്ലെങ്കിൽ ഈ ക്വാളിറ്റി ഇഷ്ടപ്പെടുന്ന ഒരു തലമുറ തന്നെ ഉണ്ട്. ഇത് നമുക്ക് എന്താ വെച്ചാൽ പൈസ നമുക്ക് പുതിയ വണ്ടി മേടിക്കാം, ഈ സൗകര്യങ്ങൾ. പക്ഷെ പഴയ ഒരു വാഹനത്തിൽ നമുക്ക് വേണ്ട എല്ലാ സൗകര്യത്തോടും കൂടി മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറയുന്നത് അതൊരു മനസ്സിലുള്ളവർക്ക് കഴിയുള്ളൂ. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് മനസ്സുണ്ട്, ആ മനസ്സ് മാത്രമേ ഉള്ളൂ. അല്ല കുഴപ്പമില്ല. അപ്പൊ ഇത്രയാണ് നമ്മളെ ജെയിംസ് ബോണ്ട് വണ്ടിയുടെ വിശേഷങ്ങൾ. ബാക്കി വിശേഷങ്ങൾ നമുക്ക് രാത്രി ലൈറ്റ് സെറ്റപ്പ് അത്ഭുതപ്പെടും കേട്ടോ, അത് നമ്മൾ കാണിച്ചു തരും. ഓക്കെ. അപ്പോൾ നമ്മളെ വണ്ടി രാത്രി വ്യൂ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഫുള്ള് സെറ്റാണ്. അപ്പോൾ എൻ്റെ കൂടെ വരി കാണിച്ചു തരാം. ഇതാണ് പുറത്തുള്ള ലൈറ്റ് സെറ്റപ്പ്, എല്ലാവരും കണ്ടോളൂ കേട്ടോ. അതായത് നമ്മളെ നാട്ടിലുള്ള 11 kV വേണമെങ്കിൽ ഇതിമെന്ന് എന്ത് ചെയ്യുക, അവിടെ കറണ്ട് പോകുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഇതിമെന്ന് വലിക്കാൻ പറ്റും. ഇതിപ്പോൾ KCB കറണ്ട് ബില്ല് ഈടാക്കുമെന്നാണ് ഇപ്പോൾ ഞങ്ങളൊരു പേടി. ആ ഒരു സംശയത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒന്നാമത് വൈദ്യുതി ക്ഷാമൊക്കെ നേരിടുന്ന ഒരു സമയമാണ്. അപ്പം ചിലപ്പോൾ ഇത്രയും കറണ്ട് പാഴൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ MBD വരുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ അതിൻ്റെ ഒരു ഫൈൻ കൂടി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ എല്ലാം ഇത് ഒരൊട്ടെങ്കിലും നിങ്ങളത് കാണിച്ചു തരണമല്ലോ, അവർ ആഗ്രഹപ്പുറത്താണ് ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് ഏരിയയിലുള്ള ഒരു ലൈറ്റ് സെറ്റപ്പ്. ഇനി ഉള്ളിൽ ക്യാമറമാൻ വരൂ. ഉള്ളിൽ ഒരു മിനി ടെമ്പോ ഡ്രൈവർ സെറ്റപ്പ്. ഫസ്റ്റ് ഈ ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും. ശരിക്കും കാണട്ടോ ഡാഷ്ബോർഡൊക്കെ. ഉള്ളിൽ അങ്ങനെ പോകുന്നു. ഇനി ബാക്ക് ഫുള്ള് ഈ ആ ഏരിയക്ക് ഒന്ന് ബാക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താണ്. ഫുള്ള് ലൈറ്റ് സെറ്റപ്പ്. അതായത് ഒരു മിനി ടൂറിസ്റ്റ് ബസ്സാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ കോളേജിൻ്റെ മാത്രം പ്രത്യേകതകൾ. ശരി, ഞാൻ മെയിൻ ക്ലാസ് ഒന്ന് കാണിച്ചു കൊടുക്കാം. മെയിൻ ക്ലാസ്സിൽ എന്തൊക്കെ ചിത്രങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ, അതെന്താണ് കുറേ ലൈക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മളെ മെയിൻ ക്ലാസ്സിൽ. ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ബട്ടർഫ്ലൈ ഉണ്ട്, ലൈക്ക് ഉണ്ട്, ഉണ്ട്, എല്ലാം ഉണ്ട്. ഇത്രയും സെറ്റപ്പോട് കൂടിയിട്ടാണ് നമ്മുടെ വണ്ടി. അപ്പോൾ ലൈറ്റ് സെറ്റപ്പ് എല്ലാവരും കണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ എന്ത് ചെയ്യുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വണ്ടി ഭ്രാന്തന്മാർക്കൊക്കെ അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇതിൽ എന്താ വെക്കേണ്ടതെന്ന് ഇപ്പോൾ നമുക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഇതിപ്പോൾ ഇനി എക്സ്ട്രാ എന്താ ഫിറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതും കൂടി നമ്മളെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക കേട്ടോ. ഇതിപ്പോൾ ഞാൻ നോക്കിയിട്ട് ഇനിയിപ്പോൾ ഒന്നും വെക്കാൻ ബാക്കില്ല. ഇനി പറയാൻ പറ്റില്ല, വളരെ ഇതിലൊക്കെ വിദഗ്ധന്മാരായുള്ള ആളുകൾ ഇപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നുണ്ടാവും. അപ്പോൾ ഓരെന്ത് ചെയ്യുക, ഇതിന് ഞാൻ എന്തൊക്കെ എക്സ്ട്രാ ഫിറ്റിങ്സ് നമുക്ക് ഇനി വെക്കാൻ പറ്റുമോ, ഒരു സഞ്ചരിക്കുന്ന പള്ളിപ്പെരുന്നാൾ, അതാണ് ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി എക്സ്ട്രാ ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ നിൽക്കുക, അതേപോലെ ഗൂഗിൾ പേ ചെയ്യുക. അത് നമ്മളതിലൊരു ട്രേഡ് മാർക്ക് ആണത് ഗൂഗിൾ പേ കേട്ടോ. അപ്പോൾ ഗൂഗിൾ പേ പറ്റുന്നവരൊക്കെ എന്ത് ചെയ്യുക, നമുക്ക് ഗൂഗിൾ പേ ചെയ്ത് തരാം, എന്നാലേ നമുക്ക് ഈ സംരംഭമൊക്കെ മുന്നോട്ട് പോകുള്ളൂ. അപ്പോൾ എല്ലാവരും നമ്മളായിട്ട് സഹകരിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ബോക്സ് ഞാൻ പറഞ്ഞ പോലെ മറക്കരുത്. എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇനി എന്തെങ്കിലും മാറ്റം വരുത്താണെങ്കിൽ നിങ്ങൾക്ക് പറയാം, എല്ലാം പറയാം കേട്ടോ. ഓക്കെ.